പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു യമണ്ടൻ ബോംബ് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അന്നും ഇന്നും ബോംബിന്റെ കാര്യത്തിൽ നമ്മുടെ കോംറേഡ്സിന് ഒരു തിയറിയുള്ളൂ. ബോംബ് ഉണ്ടാക്കുന്നവർ ആരോ അവരാണ് വീരന്മാർ. ബോംബ് ഉണ്ടാക്കി അത് പൊട്ടിക്കൊല്ലപ്പെട്ടാലോ അവർ വിപ്ലവപുത്രന്മാർ. ഇവിടെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങളുടെ കോംറേഡ്സ് ബോംബ് രാഷ്ട്രീയം കൊണ്ട് നടക്കണവരാണെന്ന്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു നഗ്ന സത്യമുണ്ട്. ബോംബ് എന്താണെന്ന് പോലും ആ പാവത്ത് നിങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് എന്തൊക്കെ വിമർശനങ്ങളാണ് അവർ നേരിടുന്നത്. കഷ്ടം തന്നെ. പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കില്ല. പാർട്ടി എന്തിനാണ് ബോംബ് ഉണ്ടാക്കേണ്ടത്? പാർട്ടിക്ക് ബോംബ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. പാർട്ടി ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ്. ബോംബ് ഉണ്ടാക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. പാർട്ടി ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പിന്നെ ഒരു അറിയിപ്പുണ്ട്. 2015 പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് പാർട്ടി ഒരു രക്തസാക്ഷി സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബോംബ് അങ്ങനെ അപകടം ഉണ്ടാക്കണ ബോംബല്ല കേട്ടോ. ഇത് RSSന്റെ ക്രൂരതയെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സഖാക്കൾ ഉണ്ടാക്കിയതാണ്. ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ്. അതിനെ പർവ്വതീകരിച്ച് വാർത്തയാക്കി നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവില്ല. പാനൂർ ചെറ്റക്കണ്ടിയിൽ അവര് ബോംബ് ഉണ്ടാക്കിയതിന് കേരളം മുഴുവൻ എന്തൊരു വിവാദമാണ് ഉണ്ടായത്. അവര് പ്രാദേശികമായിട്ട് കുറച്ച് ബോംബ് ഉണ്ടാക്കിയതും അത് പൊട്ടി ചെറുതായി 2 പേര് കൊല്ലപ്പെട്ടതും ഇത്ര വലിയ വാർത്തയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ ആദരിച്ചിട്ട് തന്നെ കാര്യം. ഇങ്ങനെ പ്രത്യേകതരം വിപ്ലവ പ്രവർത്തനം നടത്തുന്നവരെ പാർട്ടി എന്നും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ആ പാർട്ടിയുടെ പാരമ്പര്യം അതാണ്. ഇത് തീർത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ആ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. ഇത് CPIM-മായി യാതൊരു ബന്ധവുമില്ല എന്ന് CPIM തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. പിന്നെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അത് സാധാരണഗതിയിൽ ഉയർത്തുന്നുവെന്ന് മാത്രമേ ഈ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് കാണേണ്ടതായിട്ടുള്ളൂ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറും. അതാണ് നമ്മുടെ കോംറേഡ്സിന്റെ ഒരു രീതി. ബോംബ് ഉണ്ടാക്കുന്നത് തെറ്റാണ്. ബോംബ് ഉണ്ടാക്കിയാൽ അവർ ക്രിമിനൽ കേസ് പ്രതികളുമാണ്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ബോംബ് ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്ക് ഓഫർ ഉണ്ട് കേട്ടാ. അവർ കുറ്റവാളികളല്ല. സ്ഫോടനം ഉണ്ടായി അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ അവരെ ധീര രക്തസാക്ഷികളാക്കുകയും ചെയ്യും. അങ്ങനെ 2015 ബോംബ് ഉണ്ടാക്കി അത് പൊട്ടി കൊല്ലപ്പെട്ട 2 പേർക്ക് പാർട്ടി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചു. രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗോവിന്ദ മാഷായിരിക്കുന്നാണ് പാർട്ടി പറഞ്ഞത്. അവരങ്ങനെ നോട്ടീസ് ഇറക്കി. എന്തിനേറെ പറയുന്നു, ശിലാഫലകത്തിൽ വരെ ഗോവിന്ദ മാഷായിരുന്നു ഉദ്ഘാടകൻ. പക്ഷെ വിഷയം വിവാദമായോണ്ടാണെന്ന് തോന്നുന്നു നൈസായി ഗോവിന്ദ മാഷ് ഒഴിഞ്ഞു മാറി. സ്മാരക ഉദ്ഘാടനം ചെയ്തത് MV ജയരാജനായിരുന്നു. RSSൻ വടിവാൾ സംഘം വാളും ബോംബും മഴുവും കൊണ്ട് താണ്ഡവമാടിയ നാളുകൾ. ആഹാ, എന്താ മുദ്രാവാക്യം! അവർക്ക് ബോംബ് ഉണ്ടാക്കാമെങ്കിൽ ഉമ്മക്കും ആകാമെന്നാണ് തിയറി. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അവരൊക്കെ നാടിന്റെ വിപ്ലവപുത്രന്മാരാണെന്നാണ് നമ്മുടെ നേതാക്കൾ പറയണത്. ചെറ്റക്കണ്ടിയിലെ പ്രശ്നങ്ങൾ വഞ്ചിക്കാൻ കഴിയില്ല. കാരണം ചെറ്റക്കണ്ടിക്കറിയാം, ജനങ്ങൾക്കറിയാം ആരാണ് ഷൈജു, ആരാണ് സുബീഷ്. ഇവർ നേരത്തെ ഏതെങ്കിലും ഒരു കേസിൽ കൊലയാളികളായി മാറിയവരല്ല. അതെ, വളരെ മാന്യമായ രീതിയിൽ ആളുകളെ ആക്രമിക്കാൻ ബോംബുകൾ ഉണ്ടാക്കിയല്ലേ ആ പാവങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ എല്ലാരും ഇങ്ങനെ ക്രൂശിക്കണത്? പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായം 2015 തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം അന്ന് പറഞ്ഞതാണ്. ആരും വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ജയരാജൻ സഖാവ് പറയുന്നത് കേട്ടില്ലേ? അഭിപ്രായമൊക്കെ പാർട്ടി പണ്ടേ പറഞ്ഞതാണ്. അതെ, എന്താണ് ആ അഭിപ്രായം? കണ്ണൂരിലെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു സംഭവമില്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ അക്കാര്യത്തില്ല. കണ്ണൂരിലെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു സംഭവമില്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ അക്കാര്യത്തില്ല. ആ ബോംബ് സ്ഫോടനമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല. ബോംബ് ഉണ്ടാക്കിയതിൽ പാർട്ടിയുടെ അറിവോ സമ്മതവും ഇല്ല. അങ്ങനൊക്കെ അന്ന് അവരെ തള്ളി പറഞ്ഞിട്ട് ഇപ്പൊ അവരെങ്ങനെ പാർട്ടിയുടെ ധീരപുത്രന്മാരും രക്തസാക്ഷികളുമായി? അതാണ് നമ്മുടെ പാർട്ടി. പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാറുമില്ല.
ചെറ്റക്കണ്ടിയിൽ പാർട്ടി പ്രവർത്തകന്മാരെ പുഴുക്കളെ പോലെ കൊന്നൊടുക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം. കമ്മ്യൂണിസ്റ്റുകാരായാൽ പുഴുക്കളെ പോലെ വധിക്കാൻ വിധിക്കപ്പെട്ടവരാണോ? കേട്ടിട്ട് കരച്ചിൽ വരികയാണ്. എന്തൊരു നിഷ്കളങ്കായിട്ടാണ് പറയണത്. RSS ആക്രമിക്കാൻ വരുന്നോണ്ട് അതിനെ ചെറുത്ത് നിൽക്കാൻ ബോംബുകൾ ഉണ്ടാക്കി. അവര് പിന്നെ രക്തസാക്ഷികളല്ലാണ്ട് പിന്നെ ആരാ? ബോംബുകൾ എന്നും ഞങ്ങളുടെ കോംറേഡ്സിന് ഒരു വീക്ക്നെസ് ആയി പോയി. നിങ്ങളൊന്ന് ക്ഷമിക്കേ. മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ പുഴുക്കളെ പോലെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. അത് ഈ നാട് അംഗീകരിക്കുന്നില്ല. അത് മാത്രമാണ് പോരട്ടെ. മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാനെങ്കിലും വൈകിയെങ്കിലും മാധ്യമങ്ങൾക്ക് വിവേകം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കും ഇങ്ങനെയൊരു ചിന്തയുണ്ടാകണമെന്ന പ്രതീക്ഷയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ശരിയല്ല. അവരെന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ബോംബ് രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നു, വാർത്ത കൊടുക്കുന്നു. അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? ബോംബില്ലാത്ത പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് അറിഞ്ഞൂടെ? എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. 2015 പോലെ തന്നെ കഴിഞ്ഞ മാസം പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു. DYFI പ്രവർത്തകർ പിടിയിലാവുകയും ചെയ്തു. അവരെയും പാർട്ടി തള്ളി പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ പോലെ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്നും ബോംബ് ഉണ്ടാക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കേട്ടോ, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ നമ്മുടെ കോംറേഡ്സ് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ മരിച്ചവർക്ക് പുറമേയുള്ള അവരുടെ മറ്റു ആളുകളില്ലേ, നിങ്ങളെ തൊട്ടടുത്താണെന്ന് വിചാരിക്കുക, നിങ്ങളവിടെ പോവില്ലേ? സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ? അതിൻ്റെ അർത്ഥം കുറ്റത്തോട് പിന്നെ മൃദു സമീപനം ഉണ്ടെന്നാണോ? മരണം നടന്ന വീട്ടിലെ ആളുകൾ പോണത് സ്വാഭാവികല്ലേ? ഇതൊക്കെ ആ ഒരു സെൻസിൽ കണ്ടാൽ മതിന്നേ. മാത്രല്ല പുതിയ പൊട്ടല് നമ്മുടെ കോംറേഡ്സിന്റെ ഭാഷയില് ബോംബല്ലല്ലോ, പടക്കല്ലേ. തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞേ അതൊരു വലിയ രാഷ്ട്രീയ സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത്. ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടി ഇതെന്താണ് തെരഞ്ഞെടുപ്പ്? അതൊക്കെ ഈ അല്ല, പടക്കത്തിന്റെ ഏട്ടൻ കൂട്ടിയാൽ മതി. ബോംബ് നിർമ്മാണം എന്ന സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പാർട്ടി പ്രവർത്തകരെ എന്ത് വില കൊടുത്തും നമ്മുടെ കോംറേഡ്സ് സംരക്ഷിച്ചിരിക്കും. ആദ്യം തള്ളി പറഞ്ഞാലും പിന്നീട് ചേർത്ത് നിർത്തും. അതാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ സ്ഫോടനത്തിൽപ്പെട്ട ഒരു വിഷമിക്കണ്ട കേട്ടോ. നിങ്ങളെയും ഇതുപോലെ പാർട്ടി ചേർത്ത് നിർത്തും. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണല്ലോ അവരുടെ ശക്തി. AK ബാലൻ പറഞ്ഞൊരു വലിയ പരാതി എന്താണ്? ഈ സഖാക്കളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, അല്ലെ നമ്മളെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുന്നതാണ്. ബാലനെ പേടിക്കേ വേണ്ട, ചിഹ്നം നല്ല ചിഹ്നം കൊടുക്കുന്നുണ്ട്, ബോംബാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല CPM-ന്റെ ചിഹ്നം ബോംബാണ്. അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ വെക്കണ്ട, പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. തല തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിതിൽ പെട്ടാൽ പെടും. മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കും ചോരത്തിളപ്പുള്ള തോന്യാസി. പണ്ടത്തെ രക്തസാക്ഷികളും ഇപ്പോഴത്തെ രക്തസാക്ഷികളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ സ്വയം ബോംബുണ്ടാക്കി സ്വന്തമായിട്ട് കൊല്ലപ്പെട്ടാലും അവർ പാർട്ടിക്ക് രക്തസാക്ഷികളും അമരന്മാരുമാണ്. അതെല്ലാം രക്ഷാപ്രവർത്തനത്തിന്റെയും സ്വയം രക്ഷയുടെയും ഭാഗമാണെന്ന് പറഞ്ഞ് ഇനിയും ഇതുവഴി വരില്ലേ ഡിയർ കോംറേഡ്സ്? എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.